ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും നമ്മളെല്ലാവരും കൂടി പോവല്ലേ? അപ്പോ ഐശ്വര്യ ലക്ഷ്മിയോടും കൂടി വരാൻ പറയേ. അവളും ഇപ്പോ ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമല്ലേ. ഇന്ദ്രപ്രസ്ഥത്തിലുള്ളവർക്കൊക്കെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഒന്ന് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യാലോ. ഐശ്വര്യോടൊന്ന് സംസാരിച്ചു നോക്ക്. ഫ്രീ ആണെങ്കി വരാൻ പറയുന്നേ. ആ, ഐശ്വര്യ ഉറപ്പായിട്ടും വരുമേ. ഞാൻ പറയാം അവളോട്. ആ, എന്നാ നീ ചെല്ല്. ശരി അമ്മേ. ഐശ്വര്യലക്ഷ്മി, അവള് വരട്ടെ. അവള് വരണം. അവളിലൂടെയാ എനിക്ക് മണിമാല കിട്ടേണ്ടത്. മണിമാല കിട്ടാൻ ഈ രമാദേവി ഏതറ്റം വരെയും പോവും. ഏതറ്റം വരെയും. ഞാൻ വിളിച്ചത് ഒരു സാധനം കിട്ടുമെന്ന് അറിയണം. അതിനു വേണ്ടിയാ. എന്താണെങ്കിലും പറഞ്ഞോ. എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് പൃഥ്വിക്ക് കിട്ടിയിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നരീസ് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പഴയ ക്ഷേത്രങ്ങളിൽ താഴികക്കുടങ്ങളുണ്ടാവും. കാലപ്പഴക്കം കൊണ്ട് അതിന് രാസപ്രവർത്തനം സംഭവിച്ച് ഇരിഡിയം ലോഹമായി മാറും. അതിന് വളരെ വില കൂടുതലുള്ളതും വിദേശ മാർക്കറ്റിൽ ഒരുപാട് ആവശ്യക്കാരുണ്ടെന്നും പറയുന്നു. സംഭവം ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് വാങ്ങിക്കാൻ വരുന്നമാര് ലോക ഉടായിപ്പായിരിക്കും. അവന്മാരെന്തെങ്കിലും പറഞ്ഞ് നമ്മളെ പറ്റിച്ചു പൊക്കളയും. ഒരു കാലത്ത് വെള്ളിമൂങ്ങിയ നക്ഷത്ര ആമയൊക്കെ ഈ രീതി വന്ന സാധനങ്ങളാ. ഇതങ്ങനെയല്ല. സാധനം വേണ്ടത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാണ്. എനിക്കത് വിൽക്കാനല്ല, അദ്ദേഹത്തിന് കൊടുക്കാനാണ്. ഡീല് നമ്മൾ തമ്മിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സാധനം റെഡിയാക്കി തരാം. കുറച്ച് ചെലവുണ്ട്. തൽക്കാലം ഞാനത് നോക്കിക്കോളാം. അതൊന്നും സാരമില്ല. നരി ഒരു എമൗണ്ട് ഇട്ട് പറഞ്ഞാൽ മതി, ഞാനത് തന്നോളാം. നമുക്കിടയിൽ അങ്ങനെ കണക്ക് പറച്ചുകളൊന്നും വേണ്ട. പൃഥ്വിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ റെഡിയാക്കി തരാം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. ഓക്കെ? ഓക്കേടാ, ശരി. ധ്വനിമോൾ എന്താണാവോ എന്ന് വരാതിരുന്നത്? തനിക്കൊന്ന് പൂർണ്ണിമ ചേച്ചി വിളിച്ച് ചോദിക്കായിരുന്നില്ലേ? ഇത്രയും നേരം വരൂന്ന് കരുതിയിരിക്കായിരുന്നു, അതാ വിളിക്കാഞ്ഞത്. ആ, പൂർണ്ണിമേച്ചിയാ. എടുക്ക. ഹലോ ചേച്ചി. ദുർഗെ, ഇന്ന് ധ്വനിമോളുടെ ബർത്ത്ഡേ. ആഹാ, അറിഞ്ഞില്ലല്ലോ. ഇന്നലെ പറഞ്ഞതുമില്ല. സെലിബ്രേഷന് ദുർഗയും കിരണിനെയും ക്ഷണിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. നിങ്ങൾ രണ്ടാളും ഉറപ്പായിട്ടും വരണം. വരാം പൂർണ്ണിമേച്ചി. ആ, കിരൺ അടുത്തുണ്ടെങ്കിൽ ഫോണൊന്ന് കൊടുക്കോ? ആ, കൊടുക്കാം. ഹലോ. ഹായ് കിരൺ. ധ്വനിമോളുടെ ബർത്ത്ഡേ ആണല്ലേ? അടുത്തുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഞങ്ങള് ധ്വനിമോളൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഓക്കെ. അതെ, രണ്ടുപേരും കൂടി ഇവിടെ വീട്ടില് ബർത്ത്ഡേ സെലിബ്രേഷന് വരണം. അതിന് ക്ഷണിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. ആ, ഷുവർ ഷുവർ, വരാൻ ചേച്ചി. അപ്പൊ ഓക്കെ, കാണാം. ആ, ശരി ചേച്ചി.